ഹായ് ഫ്രണ്ട്സ്, ഇത് കപ്പളങ്ങയാണ്, പപ്പയ്ക്ക. ഇത് ഞാൻ ഇന്ന് മെഴുക്ക് പുരട്ടി വെക്കാൻ പോവാണ്. ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞു. പിന്നെ എൻ്റെ കരിവേപ്പില മുളകെല്ലാം ചേർക്കണം. പിന്നെ മോര് കാച്ചിയതാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ചിക്കൻ പുരട്ടി വെച്ചിരിക്കുകയാണ് വറക്കാൻ വേണ്ടി. കണ്ടോ, ഇതിലേക്ക് എന്തെല്ലാം ചേർത്തെന്നറിയാമോ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം കുരുമുളക് പൊടി, ഉപ്പ്, സബോള, ഒരു പകുതി സബോള അരിഞ്ഞ് ചേർത്തു, 2 പച്ചമുളക്, ഉപ്പും ചേർത്ത്. ഇനി ഇതിങ്ങനെ തിരുമ്മിയിട്ട് എണ്ണയ്ക്കകത്ത് ചെറിയ തീയിൽ വരട്ടി എടുക്കണം. വരട്ടി വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു. കടുക് പൊട്ടിക്കുകയാണ്. സ്വല്പം പെരിഞ്ചീരകവും കൂടി എണ്ണയ്ക്കകത്തിടാം. ഇതൊരു ഒത്തിരി എണ്ണയുണ്ട്, എണ്ണ കൂടുതലായിപ്പോയി ചെയ്യാൻ. ഇതിലേക്ക് കപ്പളങ്ങ അരിഞ്ഞ് വെച്ച് വിടുകയാണ്. ഉപ്പും എല്ലാം ചേർത്താണ്, ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ സാധനങ്ങളും ചേർത്താണ്. ഇത് ഇങ്ങനെ വഴറ്റി വേവിച്ചെടുക്കണം. ഇവാമോളെ പടം വരയ്ക്കാൻ ഇരുത്തിയിട്ടാണ് കളറും കൊടുത്ത് സ്കെയിലും പെൻസിലും ഇറേസറും പേപ്പറും എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ കപ്പളങ്ങ കറി വെക്കാനായിട്ട് പോയത്. എവിടം വരെയായി മോളെ? അതെന്താ വരച്ചിരിക്കുന്നത്? റബ്ബർ എന്തിയേ? പെൻസിൽ എന്തിയേ? അത് പെൻസിൽ. ഇനി എന്താ വരയ്ക്കാൻ പോകുന്നത്? ബുക്ക്. അത്രയും വരച്ചേ. ഇതാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം? ഞാൻ വരയ്ക്കുന്നിട്ട് അമ്മച്ചി കപ്പളങ്ങ വെന്തോന്ന് നോക്കിയിട്ട് വരാവേ. ചൂടായിട്ടില്ല, കൂടെ ഫ്ലെയിമേ കൂട്ടി വെക്കണം. ഇതിവിടെ കിടന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ പൊരിക്കാനായിട്ട് ശ്രമിക്കാം. എണ്ണ വെച്ചേ, എണ്ണ ചൂടായി വന്ന് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും അല്പം കോൺഫ്ലവറും തൂളി കൊടുക്കാം. ഇത്തിരി കണ്ട കോൺഫ്ലവറും കറിവേപ്പിലയും ചിക്കനും അങ്ങനെ കിടന്ന് മൂക്കട്ടെ. ചെറിയ തീയിൽ കിടന്ന് മൂക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് കപ്പളങ്ങ മെഴുക്ക് പുരട്ടി ആയോ നോക്കാം. ആയിട്ടില്ല. അപ്പോഴേ ഹിബാമോൾ വരച്ചത് ഇതെൻ്റെ ഇവിടം വരെ ആയി കേട്ടോ. കണ്ട, അവൾ വരച്ചിട്ട് നിൽക്കുകയാണ്. എൻ്റെ മോൻ്റെ മോളാണ്, എൻ്റെ കൊച്ചുമോളാണ് നൂറാ മോള്. ഹിബാമോളല്ല, നൂറാ മോള്. ഹിബ മൂത്തത്, നൂറാ രണ്ടാമത്തേതുമാണ്. കണ്ട അവൾ വരച്ച്. ഇനി എന്താ മോള് വരയ്ക്കാൻ പോകുന്നത്? അതിനൊരു ബുക്ക് വരച്ചേ. അപ്പോൾ ചിക്കൻ എവിടം വരെ ആയെന്ന് നോക്കാം. മറിച്ചിടാനായി അപ്പോൾ എല്ലാം കിടന്ന് വേഗം. ഞാൻ ഈ ഗുളിക കഴിക്കാൻ മറന്നു പോയി, ഷുഗറിൻ്റെ. പിന്നെ ഈ ഒരു ഗുളിക കഴിക്കാൻ തിരുമത്തിൽ നിന്ന് വന്നാണ് രാവിലെ വൈകിട്ടും കഴിക്കാൻ പറഞ്ഞു. അത് ഒരെണ്ണം കഴിക്കും. ഈ 2 ഗുളികയാണ് കഴിക്കുവാണേ. അപ്പോഴേ കപ്പളങ്ങ മെഴുക്ക് പുരട്ടി എവിടം വരെയായി? ഓക്കെ, റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഓഹോ, സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. ഒന്നുകൂടെ വെള്ളം ഇട്ടെങ്കിൽ ശരിയായി, മതി. അപ്പോൾ ഇത് മതിയായി ഗൈസ്, ഇത് റെഡിയായി. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇതിനകത്ത് കടുക് പൊട്ടിക്കുമ്പോൾ 2 വറ്റൽമുളക് കൂടെ പിച്ചിട്ടാൽ ഒന്നുകൂടി നല്ല ഒരു ഭംഗിക്കിരിക്കും കേട്ടോ. കപ്പളങ്ങാൽ ഗ്യാസ് ഓഫ് ചെയ്തു നിർത്തി. അപ്പോൾ ഇത് എവിടെയായി ചിക്കൻ? പടം വരെ എവിടം വരെയായോ നൂറാമോളെ? എവിടം വരെയായി പടം വര? എല്ലാം നന്നായിട്ട് വരയ്ക്കുക. ചിക്കനുണ്ട്, ചോറുണ്ട്, കപ്പളങ്ങ മെഴുക്ക് പുരട്ടി, മോര് കാച്ചിയതുണ്ട്, എല്ലാം കൂട്ടി ചോറ് തരാം. ബുക്ക് എന്നാ ബുക്കാ ഇത്? ഡിസൈനുള്ള ബുക്കോ? എന്നിട്ട് ഒത്തിരി പേജൊക്കെ ഉള്ളതാണോ? വരച്ചെടുത്ത്. എൻ്റെ മാലുവോ, എൻ്റെ പൊന്നെ, അടിപൊളി മാല. അമ്മച്ചി വാങ്ങിച്ചെന്ന മാലയാണ്. 3:11
ഇവിടെ രണ്ടെണ്ണം എന്ത് ചെയ്യുക? ഇതാരുടെ ഫോണാ? നിങ്ങളുടെ ഫോണാണല്ലോ. എൻ്റെ ഫോൺ എൻ്റെ കൈ വെച്ചിട്ട് ഇതെന്ത് ഈ വെള്ളം ഇങ്ങനെ നല്ലപോലെ അടച്ച് വെക്കണം. ഇവിടെ വഴിയെ പോകുന്നവർക്ക് കുടിക്കാൻ വേണ്ടി ഞാൻ നല്ല തണുത്ത വെള്ളം ആക്കി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുക. ഈ കാലത്ത് ഈ മൺകൂജയ്ക്കകത്ത് ഇരുന്നാലും നല്ല തണുത്തിരിക്കും ഇത്. ഇതുണ്ടാവും പൊടിയൊക്കെ പറക്കാതെ കവറിട്ടിരിക്കുന്നു. വലിയ പോകുന്നവർക്കും നിങ്ങൾക്കും എല്ലാം കുടിക്കാനുള്ളതാണ് ഇത്. അപ്പൊ സൈക്കിൾ ഉടൻ വരെയായി. സൈക്കിൾ വേണതോ? കുളിച്ചില്ലേ? കുളിച്ചിട്ടൊക്കെ വരാൻ മേലായിരുന്നോ? എന്നാ ഇവിടെ കുളിക്കുക. എല്ലാം പിങ്കാണ് ഇഷ്ടം അല്ലേ? ഡ്രസ്സും പിങ്ക്. മാലിയ കല്യാണം കഴിക്കാൻ നേരത്തെ ഏത് കളർ ഡ്രസ്സാണ് എടുക്കേണ്ട കല്യാണത്തിന്? പിങ്ക് മതിയോ? പർപ്പിൾ മതിയോ കല്യാണം കഴിക്കാറാകുമ്പോൾ? എന്നാ കല്യാണം കഴിക്കണ്ടേ? അതാണോ പർപ്പിള്? എന്നാ കല്യാണം കഴിക്കണ്ടേ? എത്ര വയസ്സാകുമ്പോഴാ? അപ്പോഴേ ഗൈസ് ചിക്കൻ ശരിയായി. അപ്പോഴേ എനിക്ക് നേരത്തെ അല്ലൂസ നുമറൂസ് വ്ളോഗായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് എനിക്ക് 1,00,000-ലധികം വ്യൂസ് ഉണ്ടായിരുന്നു, കുറേ സബ്സ്ക്രൈബറും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫോൺ റീസെൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ചാനൽ പോയി. പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ സഫിയ റഹീം എന്ന ഒരു ചാനലാണ് എടുത്തിരിക്കുന്നത്, യൂട്യൂബ് ചാനൽ. അതിനകത്താണ് ഇപ്പോൾ വീഡിയോ ഇട്ട് വരുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഹായ് ബൈ. ഓക്കെ, ഞാൻ നല്ല ഈ വീഡിയോ നിർത്തുന്നു. ഓക്കെ ബൈ.